മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഏറെ ആദരണീയനായ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, പ്രശസ്തനായ കവിയുടെ ഉദ്ധരണികൾ ഉച്ചരിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ മൂല്യങ്ങളെ ആക്ഷേപിച്ച സമയത്ത് വളരെ കൃത്യമായി കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ അഭിമാനം സംരക്ഷിച്ച അഭിവന്ദ്യനായ നമ്മുടെ ഉസ്താദ് VH അലിയാർ മൗലവി അൽ ഖാസിമി അവർകൾ നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാന്യനായ മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ ഇമാം സുബൈർ മൗലവി, അഭിവന്ദ്യനായ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ ഇരാറ്റുപേട്ട മേഖലയുടെ പ്രസിഡന്റ് നൗഫൽ ബാക്കവി ഉസ്താദ് അവർകൾ, നമ്മുടെ അമാൻ സക്കാത്ത് സെല്ലിൻ്റെ ആദരണീയനായ ചെയർമാൻ ഹാജി ഷെരീഫ് കാസിം അൽ ബറക്കാത്ത്, നമ്മുടെ മസ്ജിദിൻ്റെ കീഴിലുള്ള മദ്രസയുടെ സദർ ബഹുമാന്യനായ തയ്യിബ് മൗലവി, നമ്മുടെ മസ്ജിദിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റഹീസ് മാങ്കുടിക്കൽ, മദ്രസയുടെ മാനേജർ സീനുലാബ്ദീൻ സാഹിബ്, നമ്മുടെ പരിപാലന സമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ട സാദിഖ്, ഹാഷിം ദാറുസലാം, ഹാഷിം കൊല്ലംപറമ്പിൽ, പ്രിയപ്പെട്ട റിയാസ്, ഏറ്റവും ബഹുമാന്യനായ സക്കാത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായിട്ടുള്ള റഷീദ് സാഹിബ് മനിക്കൽ, കൊച്ചു മുഹമ്മദ് സാഹിബ് അടക്കമുള്ള വേദിയിലുള്ള സദസ്സിലുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ സക്കാത്ത് കമ്മിറ്റിയുടെ കൺവീനർ ഷംസുദ്ദീൻ മടക്കലമടക്കമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അഭിവന്ദ്യനായ സീനുലാബ്ദീൻ മൗലവിയും നിസാർ ഖുർബാനി സാഹിബും സൂര്യ വെട്ടിക്കലുമൊക്കെ നേതൃത്വം കൊടുത്ത് തുടങ്ങി വെച്ച മഹത്തായ അമാൻ സക്കാത്ത് പദ്ധതിയുടെ സക്കാത്ത് സെല്ലിൻ്റെ 5ാം ഘട്ട ഭവന പദ്ധതിയാണ് ഇന്നിവിടെ കൈമാറുന്നത്. നമുക്കറിയാം, അമാൻ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരമാവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതിലുള്ള സന്തോഷമുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷം നമ്മൾ 3 ഭവനങ്ങളുണ്ടായി. അതിന് മുമ്പ് നമ്മൾ 7 കുടുംബങ്ങൾക്ക് സ്ഥലം നൽകുകയുണ്ടായി. ഈ വർഷം നമ്മൾ ഒരു വീട് ആണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുത്തി ഒരു വീടാണ് നമ്മൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒരു നിർധനരായ യതീമായ ഒരു കുടുംബത്തിന് നമ്മൾ 4 സെന്റ് സ്ഥലം നമ്മൾ മേടിക്കുകയും ഇൻഷാ അല്ലാഹ് അടുത്ത മാസം തന്നെ അതിൻ്റെ തറയിടീലിൻ്റെ തുടക്കം ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അമാൻ സക്കാത്ത് സെൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സക്കാത്തിനെ കുറിച്ച് ഇവിടെ ഇരാറ്റുപേട്ടയിൽ ഒരുപാട് സമ്മേളനങ്ങൾ നടക്കുന്ന നാടാണ്. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന നാടാണ് നമ്മുടേത്. എവിടെയെങ്കിലും ഒരു ചെറിയ അനൗൺസ്മെന്റോ ഒരു ചെറിയ നോട്ടീസിന്റെ തലക്കെട്ടോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് പാട്ട് കേൾക്കാനും ഗാനമേള ആസ്വദിക്കുവാനും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സുകൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. പക്ഷേ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ 3ാമത്തെ ഏറ്റവും വലിയ അടിത്തറയായ സക്കാത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടുവോളം പ്രചരണങ്ങൾ കൊടുത്തെങ്കിൽ പോലും ഈ സദസ്സിലേക്ക് വരാനുള്ള ആളുകളുടെ ആ ഒരു താല്പര്യം വളരെ കുറവാണ്. കാരണം ഇത് ദീനിന്റെ ഒരു സംരംഭമാണ്. അങ്ങനെയാണല്ലോ ഇന്ന് കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇരാറ്റുപേട്ടയിൽ പല പരിപാടികളിലും ഫൗസിയാൽ നടന്ന അടക്കമുള്ള പരിപാടികളിൽ ദീനി പരിപാടികളിൽ ആളുകളുടെ താല്പര്യം കുറയുന്നു എന്നുള്ളത് ഏറ്റവും അപകടം പിടിച്ച ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്, ഒരു മഹിതമായ പാരമ്പര്യമുണ്ട്. അത് ദീനിന്റെ പാരമ്പര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ കാരണവന്മാർ, ഈ നാട്ടിലെ ആലിമീങ്ങൾ മുറുകെ പിടിച്ച ഒരു മഹത്തായ ഒരു പാരമ്പര്യം, അത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ്, നമ്മുടെ തലമുറയ്ക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സക്കാത്തിനെ കുറിച്ച് ഇവിടെ വളരെ വിശദമായി നമ്മുടെ ബഹുമാന്യനായ ഉസ്താദുമാർ സംസാരിക്കും.
എന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സക്കാത്ത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫർളാണ്. നമുക്കറിയാം, നമസ്കാരം ഒന്ന് വിശ്വാസിയായ മുസ്ലിമിനെ നമസ്കാരമുള്ളൂ. വിശ്വാസമുള്ള ഒരു മുസ്ലിം നമസ്കരിക്കുന്നു. അവന് ആരോഗ്യമുണ്ടെങ്കിൽ അവന് നിന്ന് നമസ്കരിക്കാം, ആരോഗ്യമില്ലെങ്കിൽ അവന് ഇരുന്ന് നമസ്കരിക്കാം, അല്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം, ഓർമ്മയിലെടുത്തുകൊണ്ട് നമസ്കരിക്കാം. അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയവും അങ്ങനെ തന്നെയാണ്. നോമ്പ് കഴിവുള്ളവന് നോമ്പ് പിടിച്ചാൽ മതി, യാത്രക്കാരന് നോമ്പ് പിന്നീട് വെച്ച് വീട്ടിയാൽ മതി. ആരോഗ്യമില്ലാത്ത രോഗിയാണെങ്കിൽ നോമ്പ് നിർബന്ധമില്ല. പക്ഷേ സക്കാത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. സക്കാത്ത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഓർമ്മയില്ലാത്ത ബുദ്ധിയില്ലാത്ത മനുഷ്യനും സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ ഇമാം അബൂ ഹനീഫ ഒഴിച്ചുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഇമാം ഷാഫിയുടെയും ഇമാം ഹംബലിയുടെയും ഇമാം മാലിക്കിന്റെയും ഒക്കെ അഭിപ്രായം, ബുദ്ധിയില്ലാത്തവനും ഓർമ്മയില്ലാത്തവനും അവന്റെ ആശ്രിതർ, അവനെ പരിപാലിക്കുന്നവർ, അവന്റെ പിതാവാണെങ്കിലും അവന്റെ മാതാവാണെങ്കിലും അവർ അവന് വേണ്ടിയുള്ള സക്കാത്ത് അവന്റെ സമ്പത്തിൽ നിന്നും കൊടുത്തു വീട്ടണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവർ എടുത്തു പറയുന്നുണ്ട്, ഓർമ്മയില്ലാത്ത ഒരാൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ ആ ഓർമ്മ വരുന്ന സമയത്ത് അവന്റെ സക്കാത്ത് വീട്ടണമെന്ന് ഇമാം അബൂ ഹനീഫ അവர்களுം പറയുന്നുണ്ട്. അത്രയേറെ യാതൊരു ഒഴിവുമില്ലാത്ത, പ്രായപൂർത്തിയാകാത്ത, ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നമസ്കാരം നിർബന്ധമാകുന്നില്ലെങ്കിൽ സക്കാത്ത് അങ്ങനെയല്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് വേണ്ടി അവന്റെ പിതാവ് ആ കുട്ടിയുടെ സ്വത്തിൽ നിന്നും സക്കാത്ത് നൽകണമെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സക്കാത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്കറിയാം, ഇരാറ്റുപേട്ടയിൽ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് എല്ലാ ദീനീ സംരംഭങ്ങളിലും സഹായിക്കുന്നവരാണ്, ഒരുപാട് പദ്ധതികളുമായി സഹകരിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ദീനീ കലാലയങ്ങൾ നടത്തുന്നവരാണ്, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നവരാണ്, തന്റെ സമ്പത്തിൽ നിന്നും ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി ഒരുപാട് കൊടുക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കണം, മസ്ജിദുൽ അമാൻ സക്കാത്തിന്റെ കീഴിൽ കഴിഞ്ഞ വർഷം നമ്മൾ സക്കാത്ത് നൽകിയ ആളുകളുടെ എണ്ണം 45 പേര് മാത്രമാണ്. ഈരാറ്റുപേട്ടയിലെ നടക്കൽ പ്രദേശത്ത് നമുക്കറിയാം, ഒരു 10,000 രൂപ, ഒരു 20,000 രൂപ, ഒരു 1000 രൂപ സക്കാത്ത് തരാൻ കഴിയാത്ത ആളുകൾ വളരെ കുറവാണ്. പക്ഷേ എന്തുകൊണ്ടോ, ഒരു പക്ഷേ കുടുംബത്തിൽ കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സകാത്ത് കൊടുക്കുമ്പോൾ, അല്ല നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ ബന്ധു വീടുകളിലേക്ക് നിങ്ങൾ കിറ്റുകൾ എത്തിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവന്റെ സാമ്പത്തിക നിലവാരം പരിശോധിക്കാൻ, അവൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ, ഏതെങ്കിലും ഒരു സാമ്പത്തിക സംവിധാനത്തിൽ ഒരു ചിട്ടിയുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ മസ്ജിദുൽ അമാനിൽ ഏൽപ്പിക്കുന്ന ഓരോ സകാത്തും വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചുകൊണ്ട്, കൃത്യമായി അപേക്ഷകൾ അവർക്ക് കൊടുത്തുകൊണ്ട്, ആ അപേക്ഷകളിൽ മേൽ അവരുടെ സാമ്പത്തിക നില പരിശോധിച്ചുകൊണ്ട്, അവർക്ക് എത്ര ഗ്രാം സ്വർണം അവരുടെ വീട്ടിലുണ്ടെന്ന് പരിശോധിച്ചുകൊണ്ട്, അവർക്ക് ഏതെങ്കിലും സാമ്പത്തിക സ്ഥാപനത്തിൽ പൈസ കിടപ്പുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ സകാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും, നിങ്ങൾ നൽകിയ ഓരോ സകാത്തും വളരെ കൃത്യമായി ഉത്തരവാദിത്തത്തോടു കൂടി പൂർത്തിയാക്കാൻ മസ്ജിദുൽ അമാൻ സകാത്തിന്റെ പരിപാലകർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ നമുക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. മസ്ജിദുൽ അമാന്റെ ഈ കാണുന്ന ഈ ഭിത്തിയിലിരിക്കുന്ന അപേക്ഷ പെട്ടിയിൽ നിരവധി അപേക്ഷകൾ വരാറുണ്ട്. പല അപേക്ഷകളും വീടിന് മാത്രമല്ല, അവരുടെ ചോർന്നൊലിക്കുന്ന വീട് ഒന്ന് സീറ്റ് മാറിയിട്ട് തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ നിലത്തൊന്ന് ടൈലിട്ട് തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ രോഗത്തിന്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇത്തരം പല ആവശ്യങ്ങളുമായി ഒരുപാട് അപേക്ഷകൾ വരാറുണ്ട്. അതിൽ നിന്നും ഏറ്റവും അർഹതപ്പെട്ട അപേക്ഷകൾ മാത്രം എടുത്താണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് എല്ലാം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഫണ്ടിന്റെ ആ ഒരു കുറവ് കൊണ്ട് അതിൽ നിന്നും ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം നമുക്ക്, അതിൽ നിന്നും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നമ്മൾ കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട റിയാസ് ഒരു അപേക്ഷ തന്നു. ഇവിടെ നമ്മുടെ മസ്ജിദിന്റെ പരിപാലന സംഘം ആ അപേക്ഷ നമ്മൾ വായിച്ചു നോക്കി. സകാത്തിന്റെ കമ്മിറ്റി കൂടി ആ അപേക്ഷ വായിച്ചു നോക്കിയപ്പോൾ അതിന് ആവശ്യം എന്താണെന്ന് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഒരു സഹോദരൻ അപേക്ഷ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കിഡ്നി രോഗമാണ്. കിഡ്നിക്ക് വേണ്ടി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ, ആ ഭർത്താവിന്, ആ വന്നയാൾക്ക് 2 മാസക്കാലം മഞ്ഞപ്പിത്തം ബാധിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. 2 മക്കൾക്കും മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ
ഫിസ്റ്റുലയുടെ അസുഖം, അങ്ങനെ നിരവധി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന, ഉപജീവനത്തിന് വേണ്ടി കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിൽ 6-8 മാസത്തെ കുടിശ്ശിക, അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ മസ്ജിദിൽ സകാത്തിന്റെ ഒരു വിഹിതത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി അപേക്ഷ നൽകുന്നതെന്ന് നിങ്ങൾ അറിയണം. അത്തരത്തിലുള്ള നിരവധി അപേക്ഷകളിലൂടെ വരുമ്പോഴും വളരെ സങ്കടത്തോടുകൂടി, പ്രയാസത്തോടുകൂടി നമ്മൾ പലപ്പോഴും മടക്കി വിടാറാണ്. സ്വന്തം നല്ലതുപോലെ പഠിക്കുന്ന മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നത സ്ഥാപനങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ ഫീസ് കൊടുക്കേണ്ടി വരും. ആ ഫീസ് കൊടുക്കാൻ വേണ്ടി, മകനെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ അപേക്ഷ വെച്ച ആളുകളുണ്ട്. പലപ്പോഴും അതിനേക്കാൾ ഉപരിയായി ആശുപത്രി കേസുകളുടെ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫണ്ട് കൈമാറും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഒരുപക്ഷെ പരിഗണിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും കഴിയുന്ന ഒരു സഹായം, കഴിയുന്ന ഒരു വിഹിതം അമാൻ സക്കാത്ത് സെല്ലിന്റെ സംവിധാനത്തിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ 100% നിങ്ങളുടെ സക്കാത്ത് നിർവഹിച്ചുകൊണ്ട്, ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് സഹായിക്കാൻ ഞങ്ങൾ കഴിയുമെന്ന് ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ അടുത്ത വർഷത്തെ കുറച്ച് പദ്ധതികൾ നമ്മളിവിടെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല അപേക്ഷകളും ഇവിടെ ഭവനത്തിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു വീടിന്റെ കൈമാറ്റം എന്ന് അഭിമന്യനായ ഉസ്താദ് നിർവഹിക്കുകയാണ്. ഒരു വീടിന്റെ കൈമാറ്റമല്ല അവിടെ നിർവഹിക്കുന്നത്, കേവലം ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഒരു കൈമാറ്റമല്ല ഇവിടെ നടക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളാണ് കൈമാറുന്നത്. നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾ വടക്കുണ്ടാകുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുട്ടികൾ 5-6 പ്രായത്തിലുള്ള കുട്ടികൾ വടക്കുണ്ടാകുമ്പോൾ അവർ പറയാറുണ്ട് മറ്റു കുട്ടിയോട്, നീ വീടില്ലാത്തവനല്ലേ, നീ വാടകയ്ക്ക് കിടക്കുന്നവനല്ലേ, നീ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവനല്ലേ എന്ന് പറയുമ്പോൾ വേദനയോടുകൂടി മാതാവിന്റെ അടുത്തുപോയി, ഉമ്മയുടെ അടുത്തുപോയി പറയുമ്പോൾ കണ്ണീരൊലിപ്പിച്ച അപേക്ഷകൾ ഈ മസ്ജിദുൽ അമാന്റെ ഈ അപേക്ഷപ്പെട്ടിയിൽ വന്ന് വീണിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സ്വാതന്ത്ര്യപ്പിക്കാൻ, സഹായിക്കാൻ നമ്മൾക്ക് കഴിയാതെ വരുമ്പോഴുള്ള ആ ഒരു വേദന, അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കേവലം വീടല്ല കൈമാറുന്നത്, ഒരുപാട് പ്രതീക്ഷകളാണ്, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് നമ്മൾ കൈമാറുന്നത്. അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ മസ്ജിദിൽ ഇതിനു വേണ്ടി വീടിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ അപേക്ഷ കഴിയുന്ന നിലയിൽ പരിഗണിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമാൻ സക്കാത്ത് സെല്ലിന്റെ നേതൃത്വത്തിൽ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് 10 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു 3 വീടിന്റെ പണികളെങ്കിലും ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ അവരെ വീട് മെയിൻ്റനൻസിന് വേണ്ടി നമ്മളെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വീടുകൾ നമ്മൾ നിലവിൽ മെയിൻ്റനൻസ് ചെയ്ത് ഈ ആഴ്ചയാണ് പൂർത്തിയായത്. ആ വീടുകളുടെ അവസ്ഥ ചെന്ന് കാണുമ്പോൾ, നമ്മളൊക്കെ വീടുകൾ പല ഭാഗങ്ങളും പൊളിച്ചു മാറ്റി പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ, പുതിയ പ്രദേശങ്ങൾ കൂട്ടിപ്പിടിക്കുമ്പോൾ, ഉള്ള വീടുകളുടെ മുകളിൽ ജിപ്സം വർക്കുകൾ കെട്ടിപ്പൊക്കി ഒരുപാട് പൈസകൾ മുടക്കി നമ്മൾ വീടുകൾ പുനരുദ്ധരിക്കുമ്പോൾ ചോർന്നലിക്കുന്ന, അകത്തൊരു സിമെന്റ് പോലും ഇല്ലാത്ത, പൊട്ടിപ്പൊളിഞ്ഞ് മഴ പെയ്താൽ മുഴുവൻ വെള്ളവും വീടിനകത്തേക്ക് കടന്നു വരുന്ന, സീറ്റുകൾ പൊട്ടി ഒലിച്ച് ഉള്ള വീടുകൾ ഇവിടെ അപേക്ഷ നിന്ന് പോയി കാണുമ്പോൾ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, കണ്ടാൽ സഹിക്കില്ല. അങ്ങനെയുള്ള 2-3 വീടുകൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ അൽഹംദുലില്ലാഹ് ഈ നാട്ടിലെ ഏറ്റവും നല്ലവരായ ബഹുമാനരായ ആളുകളുടെ സഹായം കൊണ്ട് നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചു. അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അടിയന്തര ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ, പെട്ടെന്ന് അന്നന്ന് പോയി ജീവിക്കുന്ന ആളുകളാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖം, ഒരു ആക്സിഡന്റ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു ചെറിയ പനിയായിട്ട് പോകുമ്പോൾ ഡോക്ടർ പറയും ഒന്ന് സ്കാൻ ചെയ്യാൻ പറയും. 10,000, 10,000, 15,000 രൂപയും ആവശ്യം വരും. ചീട്ടെടുക്കാൻ പോലും കയ്യിൽ പണമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സഹോദരന് എവിടെ നിന്നാണ് 10,000 രൂപ എടുക്കാൻ കഴിയുക? അവൻ ഉടനെ നമ്മളെ പോലെയുള്ള ആളുകളെ സമീപിക്കും. മസ്ജിദുൽ അമാനിലേക്ക് സമീപിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പരമാവധി സഹായം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി, അടിയന്തര സാഹചര്യവും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അതിന്റെ ചെലവുകൾ വഹിക്കാൻ സക്കാത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നിത്യരോഗികളായി കിടക്കുന്ന ആളുകൾക്ക് കൃത്യമായി നമ്മൾ അൽഹംദുലില്ലാഹ് മരുന്ന് കൊടുത്തു പോകുന്നുണ്ട്. ആ മരുന്ന് വിതരണം തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ മാറാരോഗികളായി കിടപ്പിലായി കിടക്കുന്ന ആളുകൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വാട്ടർ ബെഡ് പോലെയുള്ള സാധനങ്ങൾ ചോദിച്ചു വരാറുണ്ട്. അത് നമുക്ക് മേടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി നേരെ സൂചിപ്പിച്ചതുപോലെ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹന സഹായം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പദ്ധതികൾ ഇടുമ്പോഴും, ഈ പദ്ധതികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴും അതിനൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളാണ്. ഇതുമാണ് നിങ്ങളുടെ ഓരോ വിഹിതവും മസ്ജിദുൽ അമാന്റെ സക്കാത്ത് സെല്ലിലേക്ക് ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ പദ്ധതികളൊക്കെ നമുക്ക് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ഓരോ സഹായത്തിനും നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ, ആളുകളെ നമ്മൾ സഹായിക്കുമ്പോൾ
നമ്മുടെ പ്രശ്നങ്ങളെ അള്ളാഹു മാറ്റിത്തരും. നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ അള്ളാഹു മാറ്റിത്തരും. നമ്മുടെ ഒരു ഹോസ്പിറ്റൽ കേസിന് 1 ലക്ഷം രൂപ ആവശ്യമായി വരുന്ന സ്ഥിതിയിലാണ് ഉള്ളതെങ്കിൽ അത് 1000 രൂപയിൽ മാറ്റിത്തരാൻ പടച്ചിറപ്പിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളെല്ലാവരും നമ്മുടെ സംഭാവനകൾ, നമ്മുടെ സദഖകൾ പശുലമാന്റെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഇൻഷാ അല്ലാഹ് തരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവരും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.